ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റീന. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് എക്കാലവും ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ പുറത്തെടുത്തത്. ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് എത്തിച്ചത് സഞ്ജുവിൻ്റെ ആ ഒരു ക്ലാസി ഇന്നിങ്സ് തന്നെയാണ്. 50 പന്തുകളിൽ നിന്ന് 97 റൺസ് നേടിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും ഈ മാസ്മരിക ഇന്നിങ്സിന് ശേഷം സഞ്ജു നടത്തിയ സെലിബ്രേഷൻ വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതായത് തൻ്റെ ഹെൽമറ്റൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ് സഞ്ജു ചെയ്തിട്ടുള്ളത്. എന്നാൽ ഹെൽമറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഈ സെലിബ്രേഷൻ ഒരുപക്ഷെ സഞ്ജുവിന് പണിയാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചില ക്രിക്കറ്റ് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഹെൽമറ്റ് വലിച്ചെറിയുന്നത് ICCയുടെ കോഡ് ഓഫ് കണ്ടക്ട് ലംഘനമാണ്. ഇത് ICC റിവ്യൂ ചെയ്തേക്കാം. ഈ വിഷയത്തിൽ സഞ്ജു തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ലെവൽ 1 ഒഫൻസോ അതല്ലെങ്കിൽ ലെവൽ 2 ഒഫൻസോ ആയിരിക്കും. മിക്കവാറും അതൊരു ലെവൽ 1 ഒഫൻസ് ആവാനാണ് സാധ്യത. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാച്ച് അമ്പയർക്ക് ഇക്കാര്യത്തിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാം. മാച്ച് ഫീയുടെ 50% പിഴയായിക്കൊണ്ട് നൽകേണ്ടി വരും. കൂടാതെ 1-2 ഡീമെറിറ്റ് പോയിന്റ് സഞ്ജുവിന് ലഭിച്ചേക്കും. പക്ഷേ ഇത് സെലിബ്രേഷന്റെ ഭാഗമായിക്കൊണ്ടാണ് ഹെൽമറ്റ് വലിച്ചെറിഞ്ഞിട്ടുള്ളത്, അല്ലാതെ ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞതല്ല. ആ ഒരു ആനുകൂല്യം മാച്ച് അമ്പയർ സഞ്ജുവിന് നൽകാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ICC സഞ്ജുവിന് നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷകൾ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ കണ്ടിട്ടുണ്ട്. IPL-ൽ RCB വിജയിച്ചതിന് ശേഷം ആവേശ് ഖാൻ ഹെൽമറ്റ് എറിഞ്ഞുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു. അന്ന് ICC അദ്ദേഹത്തിന് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ചെറിയ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒരുപക്ഷെ ആ സെലിബ്രേഷന്റെ പേരിൽ സഞ്ജുവിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും അതൊരു ഫൈൻ ആയിരിക്കും. കൂടാതെ 1-2 ഡീമെറിറ്റ് പോയിന്റ് കൂടി ലഭിക്കും എന്നുള്ളതാണ്. അല്ലാതെ വലിയ രൂപത്തിലേക്കുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്ക് പോവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിലും കാണാം.